എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഇവൻറ്റ്സുകൾ വരാനുണ്ട്. ഈ 2025 ജനുവരിയിൽ തന്നെ നെക്സ്റ്റ് വീക്ക്, അതായത് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ കാലമാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ ജനുവരി 9 ടി സി എസിൻ്റെ റിസൾട്ടാണ്. അതേപോലെ തന്നെ ജനുവരി 13 HCL ടെക്നോളജിയുടെ, അതേപോലെ തന്നെ ഈ മാസം 15 HDFC ലൈഫ് ഇൻഷുറൻസ്, 16 ഇൻഫോസിസ്, അങ്ങനെ 17, 21, 22, 23, 28, 31 എല്ലാം ടെക് മഹീന്ദ്ര, അൾട്രാടെക് സിമെൻറ്റ്, HDFC ബാങ്ക്, അതുപോലെ ഡോക്ടർ റെഡ്ഡി ലാബ്, JSW സ്റ്റീൽ, ICIC ബാങ്ക്, IOC, ബജാജ് ആട്ടോ, നെസ്ലെ, ഹിൻഡാൽക്കോ. ഹിൻഡാൽക്കോ ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 13 ജനുവരി 31 കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി 50യിലുള്ള കമ്പനികളുടെ Q3 റിസൾട്ട് ഫെബ്രുവരി 13. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും നൽകുക. മാത്രമല്ല, ഇപ്പോൾ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന വൈറസ് നമുക്ക് ഇന്ത്യൻ കേന്ദ്ര ഗവൺമെൻറ് അതിനെ കാര്യമായി എടുക്കുന്നില്ലെങ്കിലും, അതായത് നമുക്ക് അത് ഭീഷണി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനും അത് ഭീഷണി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ HMPV വൈറസ്, നമ്മളിപ്പോൾ കൊറോണ ആദ്യമായിട്ട് ചൈന വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നമ്മളൊന്നും അതിനെ നിസ്സാരമായി എടുത്തില്ല. അതേപോലെ തന്നെ നിപ്പ, ആ സമയത്ത് കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതത്ര കാര്യമായി നമ്മളൊന്നും എടുത്തില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്കും വന്ന് വലിയ ലോകം തന്നെ ഒരു ലോക്ക്ഡൗണിലേക്കൊക്കെ പോയപ്പോൾ ഓഹരി വിപണിയൊക്കെ വളരെയധികം, വേൾഡ് മാർക്കറ്റ് തന്നെ കൂപ്പുകുത്തിയ ഒരു സ്ഥിതിവിശേഷമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇനി അത് വരണമെന്നില്ല, കാരണം വലിയ ഒരു ആഘാതത്തിൽ നിന്നാണ് മാർക്കറ്റ് കുറേശ്ശെ കര കയറിയിട്ടുള്ളത്. വീണ്ടും ഇനിയിപ്പോൾ HMPV വൈറസ് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പടർന്നാൽ തീർച്ചയായും അത് മാർക്കറ്റിനെ ബാധിക്കും. നമുക്ക് അത് ബാധിക്കില്ല എന്ന് ഉറപ്പോടു കൂടിയുള്ള ഇരുത്തൊന്നും നമുക്ക് കഴിയില്ല. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 1 നമ്മുടെ ബജറ്റ് പ്രഖ്യാപനമാണ്. അതുവരെ ബജറ്റ് പ്രഖ്യാപനവും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. കാരണം ഈ സ്റ്റോക്കുകളിലൊന്നും കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ബജറ്റ് പ്രഖ്യാപനം കഴിയുന്നവരെ നടക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇൻട്രാഡേ അല്ലെങ്കിൽ സ്വിംഗ് പോലുള്ള ചെറിയ കാലയളവിലുള്ള ട്രേഡിംഗ് ആണ് നടക്കുകയുള്ളൂ. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടക്കണമെങ്കിൽ ഈ ബജറ്റ് അവതരണം കഴിയണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രമാണ് FIs അത്യാവശ്യം ബൈ മോഡിലേക്ക് വന്നത്. പക്ഷേ വീണ്ടും ഫ്രൈഡേ അവർ 4000 കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത്. ഒരു ഹ്യൂജ് സെല്ലിങ്ങാണ്. ഫ്രൈഡേ മാത്രം നല്ല ഒരു ഫാളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സ്ഥിതിവിശേഷത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇനിയിപ്പോൾ വീണ്ടും നാളെ ഇനി ഡൗൺ സൈഡിലേക്കോ അപ്പ് സൈഡിലേക്കോ പോകുമോ എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഒരു ആശ്വാസകരമായ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,000 താഴെ 3 മണി വരെ വന്നില്ല എന്നുള്ളത് ഒരു ആശ്വാസകരം തന്നെയാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സ്ലൈറ്റ്ലി 24,000 താഴെയാണ്, ഒരു 10 പോയിൻറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഒരു വശപ്പശകും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവല് അവിടെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തതിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റാണ്. നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടില്ല, അതായത് എൻട്രി ലഭിച്ചിട്ടില്ല. അതോടൊപ്പം അതേസമയം സെൻസെക്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് സെൻസെക്സിന് പകരം ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ് അന്ന് അനലൈസ് ചെയ്തു പോയത്. അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാളെ മൺഡേ ട്രേഡ് ചെയ്യാനുള്ള ചാൻസുകൾ നോക്കാം. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ആർക്കും, അതായത് ഇതെല്ലാം ഒരു വിഭാഗത്തെയാണ് പറ്റിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഓർക്കണം. ഇപ്പോൾ വലിയ വലിയ കോൺക്ലേവുകളൊക്കെയാണ് തീരുമാനങ്ങളിലൂടെ വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ സംഖ്യ സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊന്നും ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണോ ഈ ട്രേഡിംഗ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നുള്ളത്? നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ഇത് കേവലം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പലരും ഈ മാർക്കറ്റിലേക്ക് വന്നിട്ട് എത്രയോ നാളുകളായി കാണും അല്ലേ? ഈ മാർക്കറ്റിലേക്ക് വന്നിട്ട് ചിലപ്പോൾ കോഴ്സ് എടുത്തവരുണ്ടാവും, കോഴ്സ് എടുക്കാത്തവരുണ്ടാവും.
കോഴ്സ് എടുത്തവർക്ക് തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ സന്തോഷം. അത് നിങ്ങൾ വളരെയധികം അതിനെ ആത്മാർത്ഥമായി സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അത് ആത്മാർത്ഥമായി പഠിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതേസമയം പെട്ടെന്ന് ഇപ്പോൾ ഒരാഴ്ചയോ ഒരു മാസമോ ഒന്നും ഒരു ട്രെയിനിങ് കൊടുത്തതിനെ കൊണ്ടോ ലൈവ് റൂമിലിരുന്ന് നിങ്ങളെ കൊണ്ട് ട്രേഡിംഗ് എടുപ്പിച്ചതിനെ കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് സ്വന്തമായി എന്നും ഇപ്പോൾ ലൈവ് റൂമിലിരുന്നിട്ട് ട്രേഡിംഗ് എടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, സാറേ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് നിങ്ങളോടൊപ്പം ഞങ്ങൾ ട്രേഡ് എടുക്കട്ടെ എന്ന്. അതിനുള്ള സൗകര്യം എനിക്കില്ല, ഒന്ന്. രണ്ടാമത് അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ എന്നോടൊപ്പമല്ല മറ്റാരോടൊപ്പമോ നിങ്ങൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ, ലൈവ് മാർക്കറ്റ് ടൈമിൽ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര കാലം ചെയ്യാൻ കഴിയും? ആ ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ 10 ദിവസമോ ചെയ്യാൻ കഴിയും. അതിനപ്പുറം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ സ്വന്തമായ കാലിൽ നിന്നുകൊണ്ട് ട്രേഡിംഗ് ചെയ്യാനുള്ള ആ ഒരു നോളേജ് നിങ്ങൾക്ക് വരണമെങ്കിൽ അത് ഒരുപാട് നാളത്തെ ഒരു എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അവബോധവും ആ ഒരു നോളേജും ടെക്നിക്കൽ അനാലിസും അതേപോലെ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലും സ്വായത്തമാക്കിയിരിക്കണം. അതൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 11,000 15,000 6,000 ഒക്കെ വില കൊടുത്ത് ടിക്കറ്റ് വാങ്ങി പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടൂർ രൂപത്തിലൊക്കെ പോകുക, അടിച്ചു പൊളിക്കുക, അവരെയൊക്കെ കാണാം. പിന്നെ അതോടൊപ്പം ആ ഒരു കമ്പനിയുമായി 2 ദിവസം ഉല്ലസിക്കാം എന്നതിലപ്പുറം ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഈ ക്ലയൻസായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ക്യാപിറ്റൽ 1 ലക്ഷമോ 2 ലക്ഷമോ ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ ആളുകളും സാധുക്കളാണ്. എന്തെങ്കിലും വരുമാന മാർഗം കിട്ടുമോ എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി മാർക്കറ്റിലേക്ക് കയറി വന്നവരാണ്. അവർക്ക് അവരുടെ ക്യാപിറ്റൽ ചിലപ്പോൾ 10,000 15,000 20,000 25,000 ഒക്കെ ആയിരിക്കാം. അവർ അതിൽ നിന്ന് കുറേശ്ശെ ഡെവലപ്പ് ചെയ്ത് അവർ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് ഒരു സ്ഥായിയായ ഒരു നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരക്കാർക്കൊന്നും ഈ 5,000 6,000 ടിക്കറ്റ് എടുത്തിട്ടൊക്കെ പോയി അതിൽ പങ്കെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് പോകുമോ എന്നുള്ളത് അത്ര സക്സസ് ആയ കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു സംഗതിയെയോ അല്ലെങ്കിൽ അതിനെയോ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഈ കാര്യങ്ങൾ പറഞ്ഞു മാത്രം. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരേ വിഭാഗത്തെയാണ് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സിഗ്നലുകൾ തരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും നിങ്ങളിൽ നിന്ന് ചെറിയ ഒരു ഫീസ് ഈടാക്കിയിട്ട്, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ചാനലിലോ അല്ലെങ്കിൽ എന്നോടൊപ്പമോ ട്രേഡ് ചെയ്തവർക്ക് മനസ്സിലാകും ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന ആ സംഖ്യയ്ക്ക് വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഞാൻ ഓടിയെത്താറുണ്ട്. നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചാൽ ഞാൻ വിളിപ്പുറത്തുണ്ടാവും. ഞാൻ ആ ടെലഗ്രാമിൽ നിങ്ങളുടെ മെസ്സേജ് കാണുന്ന നേരം തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിപ്പെടും. ഇപ്പോൾ മിനിഞ്ഞാന്ന് മോഹനൻ സാറ് എന്ന് പറയുന്ന ഒരു വ്യക്തി നാച്ചുറൽ ഗ്യാസ് നമ്മൾ കൊടുത്തിരുന്നല്ലോ പുട്ട് സൈഡിലേക്ക് എടുക്കാൻ. അദ്ദേഹം പുട്ട് സൈഡിലേക്ക് എടുത്തു. കുറച്ച് പ്രോഫിറ്റ് ആയപ്പോൾ സെല്ല് ചെയ്യാൻ നോക്കി, സെല്ല് ചെയ്യാൻ കഴിയുന്നില്ല. ഞാനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് സക്സസ് ആയില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതായത് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകാൻ പറഞ്ഞു. അദ്ദേഹം വിശ്വാസപൂർവ്വം അത് തന്നു. ഞാൻ പറഞ്ഞു OTP വരും, നിങ്ങളത് അവിടെ എനാബിൾ ചെയ്യണം, OTP നമ്പർ പറഞ്ഞു തരണം പറഞ്ഞു. അതെല്ലാം അദ്ദേഹം പറഞ്ഞു തന്നു. ഞാനത് ക്ലോസ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു 1,500 താഴെ, അത് കുറച്ച് നേരം കൂടെ വെച്ചിരുന്നെങ്കിൽ 4,500 രൂപയോളം പ്രോഫിറ്റ് കിട്ടിയേനെ. പക്ഷേ ആ ഒരു ബദ്ധപ്പാടിൽ ഇത് എത്രത്തോളം പോകുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാനൊന്നും അത്ര കഴിയില്ല. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ഇപ്പോൾ 13,000 രൂപയോളം പ്രോഫിറ്റ് വന്നിരുന്നതായിരുന്നു. പക്ഷേ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് 1,500 താഴെയായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളിലേക്ക് എത്താറുണ്ട്. പക്ഷേ അതും ഞാൻ പറയുന്നത്, ഞാനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പാവം സാധുക്കളായ ട്രേഡർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ ട്രേഡിംഗ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മറ്റൊരു വശം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലൊന്നും ചെയ്യാറില്ല. 2-3 ട്രേഡുകളാണ് ചെയ്യാറുള്ളൂ. നിഫ്റ്റി ഓപ്ഷനിൽ സംബന്ധിച്ചിടത്തോളം 2-3 ട്രേഡുകളാണ് കാലത്ത് ചെയ്യാറുള്ളൂ. അതും ഞാൻ ഒരു 12 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കുന്നതാണ്. ഞാൻ അധികവും അത് സ്ക്രീൻഷോട്ട് ഇടാറുമുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ എടുക്കാറില്ല, കാരണം കൂടുതൽ ഡിഫിക്കൽട്ടായ, അതായത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് അടിക്കാൻ ഇൻഫർമേഷൻ കൊടുക്കേണ്ട സമയങ്ങളിൽ എന്ത് ചെയ്യാറില്ല, ഞാൻ ട്രേഡ് എടുക്കാറില്ല.
കാരണം അപ്പോൾ ആ ഗ്രൂപ്പ് ശ്രദ്ധിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എക്സിറ്റ് ആകാൻ പറ്റില്ല, അതൊരു വലിയ നഷ്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ട് ചില ദിവസങ്ങൾ ട്രേഡ് എടുക്കാറില്ല. ഈവനിങ് ടൈമിൽ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും എടുക്കാറുണ്ട്. അതിലും 1000 1500 1000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ആവും. അങ്ങനെ 10 2500 അല്ലെങ്കിൽ 3000 ഡെയിലി പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ട്രേഡിംഗ് നിർത്തിക്കളയും. പിന്നെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ PNL. തീർച്ചയായും ഞാൻ ഒരിക്കലും എൻ്റെ PNL കാണിക്കില്ല. അങ്ങനെ കാണിച്ചുകൊണ്ട് ആരും എന്നിലേക്ക് കയറി വരണമെന്നില്ല. എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരും എന്നെ അറിയുന്നവരും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സിഗ്നലുകളിൽ പൂർണ്ണ വിശ്വാസമുള്ളവരും അതിൽ പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 10 എണ്ണം തരുമ്പോൾ ഒരു 7 എണ്ണമെങ്കിലും, ഇനി 8 എണ്ണം വേണ്ട, 7 എണ്ണമെങ്കിലും സക്സസ് ആവുന്നുണ്ട് എന്നുള്ള വിശ്വാസമുള്ളവർ മാത്രം നിന്നോടൊപ്പം കയറി വന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാമിൻ്റെ ലിങ്കുണ്ട്, ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം. അതോടൊപ്പം ജനറൽ ഗ്രൂപ്പിൽ ദിവസവും സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, കമ്മോഡിറ്റി കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലൂടെയും പല വാർത്തകളിലൂടെയുമൊക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, തിങ്കളാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ 15 മിനിറ്റ്സ് ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയൊരു ട്രയാങ്കിൾ പാറ്റേണിൽ ഫോമായ രൂപത്തിലുണ്ട്, അല്ലെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ. ഇത് നാളെ തീർച്ചയായും ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്തിട്ട് മേലേക്ക് പോകാനും സാധ്യതയുണ്ട്. എല്ലാ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനനുസരിച്ച് താഴത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അതായത് കൂടുതലും ഇത് മുകളിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങോട്ടാണെന്നുള്ളത് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ട്രേഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇതാണ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,920. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ തിരിച്ച് റിട്ടേൺ അടിച്ചേക്കാം. ഇല്ല, ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്തില്ല എങ്കിൽ ഇതായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട് എന്നൊരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 23,700. ഓക്കെ, 23,700 വന്നിട്ടായിരിക്കും പിന്നീട് ഒരു റിട്ടേൺ ഉണ്ടാവുക. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് നോക്കാം. നാളെ നമുക്ക് ട്രേഡ് ചെയ്യാൻ 1 hour ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ആദ്യം നോക്കാം. 24,215 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും അതേപോലെ തന്നെ 1 hour ടൈം ഫ്രെയിമിലും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 15 മിനിറ്റ്സിൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് 23,999 ഇവിടെ നിന്നും 230 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു സിംഗ് ഹൈയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 80 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ഇനി അത്തരത്തിൽ എടുത്ത് ചെറിയ പ്രോഫിറ്റ് മതി എന്നുള്ളവർക്ക് ഇവിടെ നിന്നൊരു പരീക്ഷണം നടത്താവുന്നതാണ്. 24,145 മുകളിൽ എടുത്താൽ മതിയാവും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. അതേസമയം 1 hour ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്നും എടുക്കാം 24,225 മുകളിൽ. ഓക്കെ, 15 മിനിറ്റ്സ് 1 hour ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഡൗൺ സൈഡിലേക്കാണെങ്കിൽ നാളെ 15 മിനിറ്റ്സിൽ ഇവിടെയാണ് ഒരു സപ്പോർട്ട് 23,920. ഇവിടെ നിന്നും പോയാൽ മതിയാവും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. 1 hour ടൈം ഫ്രെയിമിൽ എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്നും ബ്രേക്കൗട്ട് നടത്തിക്കഴിഞ്ഞാൽ ഇത്രത്തോളം ഗ്യാപ്പുണ്ട്. ഇതുവരെ ഗ്യാപ്പുണ്ട്. 198 പോയിൻറ്റിൻ്റെ 190 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ 1 hour ടൈം ഫ്രെയിമിലും നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് തന്നെ പ്രയോഗിക്കാവുന്നതാണ് 23,920 നിന്ന്. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫ്രൈഡേ ഞാനൊരു കോൾ കൊടുത്തിരുന്നു. അതായത് എവിടെ വെച്ചിട്ടാണ് അത് സജഷൻ ചെയ്തത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം, ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ടാണ് കൊടുത്തത്. ഇവിടെ നിന്നും റിട്ടേൺ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ സംശയമായിരുന്നു. ഇവിടെ ഒരു സിംഗ് ഹൈ കണ്ടില്ലേ, ഈ ഒരു സിംഗ് ഹൈയിൽ നിന്ന് പിന്നെ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴെ വരികയാണെങ്കിൽ അപ്പോൾ എന്താവും, ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആവും എന്നുള്ള ഒരു രൂപത്തിലാണ് ഇവിടെ നിന്നും കൊടുത്തത്. ഓക്കെ, ഇവിടെ നിന്നും കൊടുത്തു, നമുക്കത് ആ പ്രോഫിറ്റ് കിട്ടി. 600 എൻട്രി എടുത്ത് 730 വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഇത് പറഞ്ഞിരുന്നത്, ലാസ്റ്റ് ടാർഗറ്റ്. അത് അതിന് മുകളിൽ പോയിട്ട് നേരെ താഴെ വരുന്ന സമയത്ത് ഇവിടെ ഈ റെസിസ്റ്റൻസ് എടുത്തപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലൊരു
സിഗ്നൽ സജഷൻ ചെയ്തു. അതും നമുക്ക് ആ ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്കായിട്ടുണ്ട്. അതോടുകൂടി ഫ്രൈഡേ നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് നിന്നില്ല. കാരണം ഫ്രൈഡേ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും വളരെയധികം ട്രേഡർമാരെ വലയ്ക്കുന്ന ദിവസമാണ്. കൂടുതൽ അതായത് 100-ൽ 70 ദിവസവും അങ്ങനെയാണ് സംഭവിക്കുക. കുറച്ചൊരു 30 ദിവസത്തോളം തെറ്റില്ലാത്ത രൂപത്തിലും നടക്കും. ഓക്കെ, അപ്പോൾ ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ ഓയിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, 50,710 താഴെ. ഓക്കെ, 50,710 താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് ചെറിയൊരു സപ്പോർട്ടുള്ളൂ, സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയാനില്ല. 230 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്നും താഴത്തേക്കും എടുത്തു പോകാൻ കഴിയും. ഓക്കെ, അപ്പ് സൈഡിലേക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 50,975 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സിംഗ് ഹൈയിൽ നിന്ന്, അതായത് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ സിംഗിൾ ഹൈയിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാൻ കഴിയും. ഇവിടെ 51,360 മുകളിൽ 15 മിനിറ്റ്സിലും 1 അവർ ടൈം ഫ്രെയിമിലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് പോകാം. ഇത് നല്ലൊരു ചാൻസ് ആയിരിക്കും, ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് പറയുകയാണ്. ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കും ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഹെഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ നിന്നും നമുക്ക് ഏകദേശം 280 300 പോയിൻ്റ് എന്ന് വെച്ചോളൂ, വേണ്ട ഒരു 200 പോയിൻ്റ് നമുക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സിക്സ് ആയിട്ടായിരിക്കും പോകുക, പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ഒരു 80 പോയിൻ്റ് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് സെൻസെക്സ് ആണ്. സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം ഒരേ ചാർട്ടാണ്. പക്ഷേ സെൻസെക്സിൽ എന്താണ് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറയാനുള്ള രൂപത്തിൽ 30 സ്റ്റോക്കുകൾ അടങ്ങിയതാണ്. ഒന്നും ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സഡൻലി പെട്ടെന്നായിരിക്കും മൂവ് ആകുക, അതും നല്ല മൂവിങ് ആയിരിക്കും. അപ്പോൾ 100 പോയിൻ്റൊന്നും മൂവ് ആവാൻ അത്ര ടൈമൊന്നും ആവശ്യമില്ല. അതേസമയം നമ്മൾ പ്രീമിയം സ്ട്രൈക്കിലെടുക്കുന്ന സമയത്ത് 100 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്നും ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ 79,080 താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം കേട്ടോ. ഇത് ചെറിയ ഗ്യാപ്പുള്ളൂ. ഗ്യാപ്പ് ഡൗൺ ആണ് സംഭവിക്കുന്നതെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഗ്യാപ്പ് ഡൗണിന് ശേഷം മുകളിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തും. റീടെസ്റ്റ് നടത്തിയിട്ട് തിരിച്ച് വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, താഴത്തേക്ക് എൻട്രി എടുത്ത് വരാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അങ്ങനെ വാച്ച് ചെയ്യാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഈ ഒരു സിംഗിൽ നിന്നും എടുത്തു വരാം. 78,300 ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇതിന് കുറച്ച് മുകളിലായിട്ട് ഈ ഒരു സിംഗിൽ നിന്ന് 78,380 താഴെ. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്നും താഴത്തേക്കും എടുത്തു വരാം. ഇനി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 79,760 നിന്ന് എടുക്കുകയാണെങ്കിൽ, ഇത് ബ്രേക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ എന്ന് പറയുന്നത് 289 300 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. അത് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു ജസ്റ്റ് ടച്ച് ചെയ്തിട്ടില്ല, ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ല. ഈ ഗ്യാപ്പ് ഫ്രൈഡേ ഫിൽ ചെയ്യുന്നതാണ് വിചാരിച്ചത്, പക്ഷേ ഫ്രൈഡേ ഡൗൺ സൈഡിലേക്കാണെന്ന് ഇല്ല, ഗ്യാപ്പ് ഫിൽ ചെയ്തിരിക്കുന്നു. ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടാണ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, 15 മിനിറ്റ്സിൽ നോക്കൂ, ഫ്രൈഡേ 3 ജനുവരി അല്ലേ. ഓക്കെ, താഴത്തേക്ക് ഇവിടെ ഇത് കവർ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 79,760 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് വരും. മുകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ഔട്ട് നടത്തുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ മുകളിലേക്കും എടുത്തു പോകാം. ഒരു റീടെസ്റ്റ് നടത്തണം. 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ മാർക്ക് ചെയ്യുക.
കറക്റ്റായ സമയത്ത് നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ട്രേഡ് എടുക്കുക. പരമാവധി സ്റ്റോപ്പ് ലോസ് പറയുന്ന രൂപത്തിൽ 50, 80, 100 എന്നീ ലെവലുകളിൽ സെറ്റ് ചെയ്യുക. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ട്രേഡ് നിർത്തുക. എല്ലാ പ്രോഫിറ്റ് ആണെങ്കിലും അന്നത്തെ ട്രേഡ് നിർത്തുക. മറ്റൊരു ട്രേഡിലേക്ക് പോകേണ്ട. ഫസ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് അത് എത്രയാണോ, അതായത് ഇപ്പോൾ 500 ആണോ, 1000 ആണോ, 2000 ആണോ, ഇല്ല എത്രയാണോ ആ ഫസ്റ്റ് ട്രേഡിൽ തന്നെ നിങ്ങൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റായി മാറും. ഓക്കെ, മന്ത്ലി നിങ്ങളത് റിട്ടേൺ നോക്കുമ്പോൾ നല്ല ഒരു പ്രോഫിറ്റായിട്ട് അത് നമുക്ക് അമയും, നമുക്ക് ശരിയാവും. അപ്പോൾ ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.